ഹായ്, എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സെമി ഗ്രേവി ചില്ലി ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം എന്ന് നോക്കാം. ചില്ലി ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നന്നായി പൊരിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാശ്മീരി ചില്ലി പേസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. അത് എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു നുള്ള് പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കോഴിമുട്ടേൻ്റെ വെള്ളയും കൂടെ ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. പാം ഓയിലും യൂസ് ചെയ്യാം. ഓയിലിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഞാൻ ഒരു പാത്രത്തിലേക്ക് കോരിയെടുത്തിട്ടുണ്ട്. ചിക്കൻ തയ്യാറാക്കാനായിട്ട് 2 ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 സവാളയും എടുത്തിട്ടുണ്ട്. സവാള ക്യൂബ് ആകൃതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കവും ക്യൂബ് ആകൃതിയിൽ തന്നെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. ായിട്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ 1.5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചില്ലി ചിക്കൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 4 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓയിൽ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സെല്ലറി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ക്യൂബാകൃതിയിൽ അരിഞ്ഞ സവാളയും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവാളയൊക്കെ ഏകദേശം വാടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അല്പം സോയാ സോസ് ചേർക്കേണ്ടതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ചേർക്കുന്നില്ല. ഞാൻ ഇതിലേക്ക് അല്പം ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം നമുക്ക് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് വറുത്തെടുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾ നല്ല ഡ്രൈ രൂപത്തിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൽ അല്പം വെള്ളം പോലും ചേർക്കേണ്ടതില്ല. ഞാൻ സെമി ഗ്രേവി മോഡലാണ് ഉദ്ദേശിക്കുന്നത്. അതിനാൽ ഞാൻ ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം കട്ടിയാവാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കട്ടി കൂടണമെങ്കിൽ കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമുക്കിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.